2002 രൂപപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചത് മുതൽ തന്നെ എല്ലാ മലയാളികളും നോട്ടീസ് ചെയ്ത ഒരു നടനായിരുന്നു നമ്മുടെ ജയസൂര്യ. നായകനായിട്ട് മൂന്നാമത്തെ പടം ആയിരുന്നിട്ടും ജയസൂര്യ ഉള്ളത് കൊണ്ടാണ് കാട്ടുചെമ്പകമൊക്കെ അന്ന് മാർക്കറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് കഴിഞ്ഞ് സ്വപ്നക്കൂടിൽ കമൽ ഒരു ജയസൂര്യയെ പ്രസന്റ് ചെയ്തതോടുകൂടി അടുത്ത ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയത്. കോമഡി ചെയ്യാനുള്ള ജയസൂര്യയുടെ കാലിബർ മലയാളികൾ വ്യക്തമായി തിരിച്ചറിഞ്ഞത് ഇവിടെ മുതലാണ്. അതിനു മുന്നേയും പുള്ളി കോമഡിയൊക്കെ ചെയ്യുമെന്ന ഐഡിയ ഉണ്ടായിരുന്നുവെങ്കിലും സ്വപ്നക്കൂടായിരുന്നു അത് ഊട്ടി ഉറപ്പിച്ചത്. സ്വപ്നക്കൂടിൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം മദ്യപിച്ച ശേഷം സീൻസ് ഒക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ. പൃഥ്വിരാജനും കുഞ്ചാക്കോ ബോബനും മേലെ ഈ പടത്തിൽ ജയസൂര്യ കസറിയത് ഇവിടെയായിരുന്നു. ഇതിനുശേഷം ദിലീപിന്റെ പീക്ക് ടൈം ആയിരുന്ന ആ കാലത്ത് ദിലീപിന്റെ ഡേറ്റ് ഇല്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഷാഫിയും റാഫിയും മെക്കാട്ടിനും ഒക്കെ പുലിവാൽ കല്യാണത്തിലും ചതിക്കാത്ത ചന്തുവിലും ഒക്കെ ജയസൂര്യയെ കാസ്റ്റ് ചെയ്തതും കോമഡി ചെയ്യാനുള്ള ടാലന്റ് ഉണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ്. പുലിവാൽ കല്യാണത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഇല്ലായിരുന്നുവെങ്കിലും ചതിക്കാത്ത ചന്തുവിൽ കിട്ടിയ സ്പേസ് മാക്സിമം യൂസ് ചെയ്ത് ദിലീപിന് ശേഷം ആ ജനറേഷനിൽ കോമഡി വഴങ്ങുന്നത് തനിക്ക് തന്നെയാണ് എന്ന് ജയസൂര്യ തെളിയിച്ചൊരു കാലമായിരുന്നത്. പക്ഷെ പിന്നീട് പുള്ളിയുടെ വക ചതിക്കാത്ത ചന്തു ലെവലിൽ ഒരു പടം വന്നില്ല. വന്ന പടങ്ങളും മിക്കതും ഫ്ലോപ്പ് ആയിരുന്നു. ഇമ്മിണി നല്ലൊരാളും ഗ്രീറ്റിംഗ്സും ഒക്കെ ഫ്ലോപ്പ് ആയപ്പോഴും ആ ടൈമിൽ ജയസൂര്യയുടെ കോമഡി കാരണം പോപ്പുലറായി നിന്ന പടങ്ങളായിരുന്നു. പിന്നീട് കങ്കാരുവിൽ അഭിനയിച്ചത് മുതൽ ജയസൂര്യ ട്രാക്ക് മാറ്റാൻ തുടങ്ങി. ദിലീപ് ആക്റ്റീവായി നിൽക്കുന്നിടത്തോളം കാലം ആ ട്രാക്കിൽ നിന്നാൽ ദിലീപ് റിജക്ട് ചെയ്യുന്ന പടങ്ങൾ ചെയ്ത് ഫ്ലോപ്പ് അടിച്ച് ജീവിക്കേണ്ടി വരുമെന്ന് തോന്നിയിട്ടാണോ അതോ അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ത്വരയാണോ മെയിൻ റീസൺ എന്നറിയില്ല. എന്തായാലും ആ ട്രാക്ക് മാറ്റം പുള്ളിക്ക് മലയാള സിനിമ കണ്ട മികച്ച നടന്മാരിൽ ഒരാളുടെ സ്ഥാനം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ അതൊരു നല്ല തീരുമാനമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിലും കുറെ നാൾ വേണ്ടത്ര ലെവലിൽ ഒരു ഹിറ്റ് പുള്ളിക്ക് ലഭിച്ചില്ല എന്നതാണ് സത്യം. അങ്ങനെ ഒന്ന് പിന്നീടുണ്ടായത് ആട് 2 ആയിരുന്നു. ആട് 2-ന് മുൻപ് വരെ ഇടയ്ക്കിടയ്ക്കൊക്കെ പുള്ളി തമാശ ചെയ്യുമ്പോഴും അതൊന്നും ചതിക്കാത്ത ചന്തു ലെവലിലോ ആട് 2-ന്റെ ലെവലിലോ ഒന്നും വന്നിട്ടില്ല. എങ്കിലും ജയസൂര്യ ഉണ്ട് എന്ന കാര്യത്തിലാണ് മിന്നാമിന്നി കൂട്ടത്തിലും ഫോർ ഫ്രണ്ട്സിലും ഒക്കെ അല്പം ചിരിക്കാനുള്ള വക കിട്ടിയത്. സുരാജിന്റെ കുറച്ച് നല്ല കോമഡികൾ ഉണ്ടായിരുന്നുവെങ്കിലും പയ്യൻസിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ജയസൂര്യയുടെ എന്റർടൈൻമെന്റ് പെർഫോമൻസ് ഉള്ളത് കൊണ്ടാണ് കണ്ടിരിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഹസ്ബൻഡ്സ് ഇൻ ഗോവയിലൊക്കെ ഇന്ദ്രജിത്തിനെയും ആസിഫ് അലിയെക്കാളും എന്റർടൈൻ ചെയ്യിപ്പിച്ചതും ജയസൂര്യനെ. ഹാപ്പി ഹസ്ബൻഡ്സ്, 101 വെഡിങ്, ഗുലുമാൽ, 3 കിങ്സ്, പുണ്യാളൻ അഗർബത്തീസ്, ജിലേബി, അമർ അക്ബർ അന്തോണി, ഷാജഹാനും പരീക്കുട്ടിയൊക്കെ ഉൾപ്പെടെ ആട് 2 വരെ ഇടയ്ക്കിടയ്ക്ക് തമാശ കഥാപാത്രങ്ങൾ ചെയ്തു പോകുമായിരുന്നുവെങ്കിലും ആട് 2-ന് ശേഷം 8 വർഷം കഴിഞ്ഞാണ് പുള്ളി ഒന്ന് തമാശ ചെയ്ത് കണ്ടത്. അതും സെയിം ക്യാരക്ടർ ഷാജി പാപ്പൻ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയസൂര്യ എന്ന മികവുറ്റ നടന്റെ അത്ര തന്നെ പുള്ളിയാണ് ജയസൂര്യ എന്ന കോമഡി എന്റർടൈനർ. അങ്ങനെ ഒരു ജയസൂര്യ അത്രയും ഗ്യാപ്പൊന്നും എടുക്കാതെ തമാശ പടങ്ങളും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം?